ഹായ് ഓൾ. 2025 ഫെബ്രുവരിയിൽ നടന്ന SSLC മോഡലിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2025 ഫെബ്രുവരിയിൽ നടന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കാം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫിഗർ, ഈ ചിത്രത്തിൽ AB = 12 സെൻറ്റിമീറ്റർ. AB എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. BC = 10 സെൻറ്റിമീറ്റേഴ്സ്. BC എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ആംഗിൾ ABC = 130 ഡിഗ്രി. അതാണ് ABC. ഈ എയും അതുപോലെ തന്നെ എയിൽ നിന്ന് ബിയിലോട്ടും സിയിൽ നിന്ന് ബിയിലോട്ടും വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിൾ. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 130 ഡിഗ്രിയാണ്. 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ CBDയുടെ അളവ് എത്ര? ദ മെഷർ ഓഫ് ആംഗിൾ CBD. ഓക്കെ, ഇതിപ്പോൾ ഒരു വരയാണെന്ന് വിചാരിക്കുക. ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് എത്ര ഡിഗ്രി മെഷർ ചെയ്യാൻ പറ്റും? 180 ഡിഗ്രി. ഓക്കെ, അതിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്, ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 180 നിന്ന് 130 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര ഡിഗ്രി എന്ന് കിട്ടും? 50 ഡിഗ്രി. സോ സിമ്പിൾ. ഇവിടെ എത്ര ഡിഗ്രി കിട്ടി? 50 ഡിഗ്രി. അപ്പോൾ ഇവരെ ചോദ്യം ആംഗിൾ CBD എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, ആൻസർ കംപ്ലീറ്റ് ആയി. 2, CD നീളം കണക്കാക്കുക. ദ ഹൈറ്റ് ഓഫ് CD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഓക്കെ, പേരുകൾ കൊടുക്കാം. ഇവിടെ B, ഇവിടെ D, ഇവിടെ എന്താണ് C. ഇവിടെ 90 ഡിഗ്രി അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ 50 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 10 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് CD കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇയാൾ ആരാണ്? ഹൈപ്പോട്ടിനസ് ആണ്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇയാൾ ആരാണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ, എതിർവശവും എതിർവശം ഇതെന്താണ്? കർണം. അപ്പോൾ എന്ത് ഉപയോഗിച്ചാൽ നമുക്കിവിടെ കിട്ടും? സൈൻ ഉപയോഗിക്കാം. ഓക്കെ, സൈൻ A ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. സോ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ 10. ഓക്കെ, സൈൻ 50 എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് 0.8 ആണ്. സോ 0.8 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 10. സോ എങ്ങനെ ചെയ്യാം നമുക്ക്? ബാക്കി എങ്ങനെ ചെയ്യാം? 0.8 ഇൻറ്റു ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 10 നമ്മളിവിടെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് 0.8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നത് CD എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ CD അല്ലേ? ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസറും കിട്ടി. എത്രയാണത്? 8 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അടുത്താണ് ട്രയാങ്കിൾ ABCയുടെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ കണ്ടുപിടിക്കാൻ സിമ്പിളല്ലേ? ഏരിയ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടുന്നത്? ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടുന്ന ബേസ് ഹൈറ്റ് മാത്രമാണ്. അത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. അത് രണ്ടും നമുക്കിപ്പോൾ കിട്ടി. അല്ല, ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് കിട്ടി. ബേസ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നതാണ്ട് ഇവിടുന്ന് ഈ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഇതിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന ആ നീളത്തെയാണെന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടിയത്? 8. ഓക്കെ, AB ആണ് ബേസ്. അപ്പോൾ എന്തെഴുതാം നമുക്ക്? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. 2 ഗുണം പാദം ഗുണം ഉയരം. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു 12 ഇൻറ്റു 8. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6, 48 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നെന്ത് ചെയ്യും? കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2025 മാർച്ചല്ല, ഫെബ്രുവരിയിലാണ് മോഡൽ എക്സാം നടന്നത്. ഫെബ്രുവരിയിലെ മോഡൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബോയ് സ്റ്റാൻഡിങ് 40 മീറ്റേഴ്സ് എവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ ആൻഡ് ഹി സീസ് ദ ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. ഒരു പയ്യൻ, ഒരു ആൺകുട്ടി, ഒരു കെട്ടിടത്തിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ട് നിൽക്കുകയാണ്. ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് ആ ടവറിൻ്റെ ആ ടവറിൻ്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ടവറിൻ്റെ 40 മീറ്റർ അകലെ നിന്നുകൊണ്ട് ആ ടവറിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവൻ എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ അത് കാണുന്നത്? 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. എ ഗേൾ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ടവർ സീസ് ദ ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 38 ഡിഗ്രി. ഈ ആൺകുട്ടി നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ടവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മറ്റൊരു കുട്ടി, പെൺകുട്ടി, ആ കുട്ടിയും
കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. അത് ആ പെൺകുട്ടി ഈ ടവറിൻ്റെ മുകൾ ഭാഗം 38 ഡിഗ്രി എലിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ റഫ് ഫിഗർ ഷോയിങ് ദീസ് ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ വരയ്ക്കാം. ഇവിടെ കുട്ടികളുടെ ഉയരമൊന്നും പറയുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ വലിയ പണിയില്ല, കുറച്ച് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ എ ബി എന്ന് നമുക്ക് എഴുതാം. ഇതാണ്, ഇവിടെയാണ് ആൺകുട്ടി നിൽക്കുന്നത്, ബോയ് നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ന് എഴുതാം നമുക്ക്. അവരിൻ്റെ മുകൾ ഭാഗം കാണുന്നത് എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രിയിലാണ്, 40 മീറ്റർ അകലെയാണ്. ഓക്കെ, ഇനി പെൺകുട്ടിയോ? പെൺകുട്ടി ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡി എന്ന പേര് കൊടുക്കാം. കുട്ടി കാണുന്നത് ഇങ്ങനെയാണ്, പെൺകുട്ടി കാണുന്നത് ഇവിടെ 38 ഡിഗ്രി എന്നും കൊടുക്കാം. ശരി, പടം നമ്മൾ വരച്ചു കഴിഞ്ഞ് പേരും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണ്? എ പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു. 2 ടവറിൻ്റെ ഉയരം കണക്കാക്കുക. ഓക്കെ, ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക, എ ബി കണ്ടുപിടിക്കുക. എ ബി കണ്ടുപിടിക്കാൻ എന്താണ്ട് ഇവിടെ 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ, ഈ ഒരു ട്രയാങ്കിൾ എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണെന്ന് നോക്കൂ, എ സി ബി. ഇതാ ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കേ. ഈ എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരാംഗിൾ 90 ഡിഗ്രി, എയിൽ 90 ഡിഗ്രി, സിയിൽ 45 ഡിഗ്രി എങ്കിൽ ബിയിലും എത്ര ഡിഗ്രി ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ശരിയല്ലേ? നമ്മൾ പഠിച്ചല്ലേ 45 90 എന്ന് വന്നാൽ എന്താണ് റേഷ്യോ? 1:1/√2. സോ ഈ 45-ന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എത്രയാണ്? 40 മീറ്ററാണ്. ഈ സി ബിയുടെ അളവ് നമുക്ക് വേണ്ട കേട്ടോ, ഇതിൻ്റെ അളവൊന്നും നമുക്ക് വേണ്ട. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടവറിൻ്റെ ഉയരം എത്രയാണെന്നാണ്. അപ്പോൾ ഇവിടെ 45 ആണല്ലോ, ഈ 45-ന് ഓപ്പോസിറ്റ് 40 മീറ്റർ ആണെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എത്ര തന്നെ വരണം? 40 മീറ്റർ തന്നെ വരണം. കാരണം അത് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു? ടവറിൻ്റെ ആൻസർ, ടവറിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. എത്ര മീറ്ററാണ്? 40 മീറ്ററാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തത്, ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ് പെൺകുട്ടി നിൽക്കുന്നത്? ഹൗ ഫാർ ഇസ് ദ ഗേൾ സ്റ്റാൻഡിങ് എവേ ഫ്രം ദി ബോട്ടം ഓഫ് ദി ടവർ. ടവറിൻ്റെ ചുവട്ടിൽ നിന്നും പെൺകുട്ടി എത്രത്തോളം അകലെയാണ് നിൽക്കുന്നത്? ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്യാൻ ഈ രണ്ടാമത്തതാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി ഒന്ന് വരച്ച് കളയാം. ഓക്കെ, നോക്കൂ. ഓക്കെ, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ഡി, ഇവിടെ 38 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ടവറിൻ്റെ ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 40 മീറ്റേഴ്സ്. അപ്പോൾ ഈ 38-നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഓപ്പോസിറ്റാണ്. 90-ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ ഇയാൾ ആരായിരിക്കും? അഡ്ജസൻ്റ് ആയിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസൻ്റ്, തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ്. അപ്പോൾ ഏത് റിലേഷൻ എടുക്കണമെന്നുള്ളത് ഓർക്കുക. ഏത് റിലേഷനാണ്? ടാൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ശരിയല്ലേ? ശരി, ടാൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കാം. ഓക്കെ, ടാൻ എ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഇവിടെ ടാൻ എത്ര ഡിഗ്രിയാണ്? ടാൻ 38 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 40 ആണ്. ശരിയാണല്ലോ? അഡ്ജസൻ്റ് നമുക്ക് അറിയാൻ വയ്യ. ഓക്കെ, അറിയത്തില്ല, അതങ്ങനെ എഴുതി. ടാൻ 38-ൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാൻ 38 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. സോ 0.8 ഈസ് ഈക്വൽ ടു 40 ബൈ അഡ്ജസൻ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ 0.8 ഇൻറ്റു അഡ്ജസൻ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് വരും. 0.8-നെ ഇങ്ങോട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അഡ്ജസൻ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 0.8 എന്നും വരും. നമ്മൾ ചെയ്യേണ്ടത് പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 100 കൊണ്ട് ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ മാറും നോക്കൂ. അഡ്ജസൻ്റ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 100 കൊണ്ടല്ലല്ലോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 10 കൊണ്ട് കേട്ടോ. സോറി, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാര്യം എന്താണ്? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോറി കേട്ടോ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങൾ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ ആ മിസ്റ്റേക്ക്. ഓക്കെ, അഡ്ജസൻ്റ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 8 വരും. 400-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്യാം, അല്ലാതെ വെട്ടിയും ചെയ്യാൻ പറ്റുമല്ലേ സിമ്പിളായിട്ട്. 5 8s are 40, 0 മെല്ലി കൊടുത്താൽ എത്ര കിട്ടും? 50. അപ്പോൾ അഡ്ജസൻ്റ് ഈസ് ഈക്വൽ ടു 50, ദാറ്റ് ഈസ് എ ഡി ഈസ് ഈക്വൽ ടു 50. കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്നും കുട്ടി നിൽക്കുന്നത് എത്ര മീറ്റർ അകലെയാണ്? 50 മീറ്റർ അകലെയാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തെന്ന് എഴുതാം? 50 മീറ്റർ. അപ്പോൾ ആ ഒരു ആൻസറുമായി
2025 ഫെബ്രുവരിയിലെ SLC മോഡൽ ക്വസ്റ്റ്യനകത്ത് 2 ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.